ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഴയത്തൊക്കെ നമുക്ക് നല്ല ചൂടോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതാ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇനി പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തൊലിയോടുകൂടി നമ്മളിതൊന്ന് ആവിയേറ്റിയെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് പുട്ടുകുറ്റിയിലിട്ടിട്ട് ആവിയേറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഇത്തിരി കശുവണ്ടിയും കിസ്മിസും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1/4 കപ്പ് അളവിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു സാബുനരിയാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിതിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വേവിച്ചെടുത്തത് ഉള്ളത് കൊണ്ട് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുള്ള ആ ഒരു പഴം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മളിതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു മുട്ടയുടെ മണക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വാനില എസൻസ് ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണേ. ഇതാ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കട്ടിയിലായിട്ടാണ് കേട്ടോ നമുക്കിത് അരഞ്ഞ് കിട്ടുക. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇത്തിരി നെയ്യൊന്ന് തടവിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന രീതിയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതാ ഒരു ബൗളിലേക്ക് സാബുനരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ചെടുത്തത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാബുനരിക്ക് പകരം നമുക്കിതിലേക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാബുനരി എൻ്റെ കയ്യിൽ വേവിച്ചെടുത്തത് ബാക്കിയുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിന് മുമ്പായിട്ട് ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അത്ര തന്നെ മതിയാകും. അപ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുന്ന സമയം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പാനിൽ നിന്ന് ഇളക്കി കൊടുക്കാം. വിട്ട് വന്നിട്ട് തന്നെ ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് കമിഴ്ത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പോള ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഇതേപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും കമിഴ്ത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴം മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പഴുത്ത് കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും തന്നെ ഇനി കളയാനൊന്നും നിൽക്കണ്ട. ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി തണിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്